അമേരിക്കൻ ഫോക്കസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ച കോലഞ്ചേരി പള്ളിയിലുണ്ടായ സംഭവവികാസങ്ങളെ അമേരിക്കൻ മലയാളികൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് കാണാം. മോഡറേറ്റർ ആയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ഇളവങ്കൽ ആണ്. ഓർത്തഡോക്സ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് ഫിലിപ്പോസ് ഫിലിപ്പ്, റോയ് എന്നശ്ശേരിൽ, കോരൻസൺ വർഗീസ് പോത്താനിക്കാട്, ജോൺ ഐസക്, ഡോക്ടർ ഫിലിപ്പ് ജോർജ്. പാത്രിക്കസ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ള ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം. ആദ്യം ജോർജ് പാടിയെടുത്ത്, ജോസഫ് കുര്യാപ്പുറം, ബേബി കുര്യാക്കോസ്, ബാബു സി തുമ്പയിൽ, ജോയ് ഇട്ടൻ. ഇന്ന് കേരളത്തിൽ വളരെയധികം പ്രക്ഷുബ്ധവും വികാരനിർഭരവുമായ രംഗങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് മത മേലധ്യക്ഷന്മാർ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ അപഹാസ്യമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇരുകൂട്ടരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ക്രിസ്തീയ സമൂഹമാണ്. ഇത് സിറിയയിലോ റോമിലോ ഉള്ള ഒരു സഭയുടെ ഭാഗമല്ല. ഇത് സ്വതന്ത്രമായ തദ്ദേശമായ ഒരു സുറിയാനി സഭയാണ്. ആഗോളതലത്തിൽ സഭകളുടെ ഐക്യത്തിൽ ഇതിന് അതിൻ്റേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള സ്ഥാനമുണ്ട്. അന്ത്യോക്യവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ പുറകോട്ട് പോകുമ്പോൾ 16-ാം നൂറ്റാണ്ട് വരെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരിക്കലും അന്ത്യോക്യൻ സഭയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതിനുള്ള യാതൊരു തെളിവുകളുമില്ല. അന്ത്യോക്യൻ സഭയും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും മാനിക്കുന്ന 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബാറബ്രായ എന്ന ചരിത്രകാരൻ, സഭയുടെ കാനോൻ എഴുതിയ അദ്ദേഹം ആ ചരിത്ര റെക്കോർഡുകളിലൊന്നും മലങ്കര ഇന്ത്യയിലെ ഒരു സഭയെപ്പറ്റി പരാമർശിച്ചിട്ട് പോലുമില്ല. ഏതാണ്ട് 13-14 നൂറ്റാണ്ട് വരെ ഇന്ത്യൻ സഭയും അന്ത്യോക്യൻ സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ല. എന്നാൽ എന്നാണ് അന്ത്യോക്യ ബന്ധം ഉണ്ടാകുന്നത് എന്നുള്ളത് 14-ാം നൂറ്റാണ്ടിന് ശേഷം പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തോടൊപ്പം റോമാ സാമ്രാജ്യത്തിൻ്റെ അധീനത്തിലായിരുന്ന 50 വർഷങ്ങൾ, ദയനീയമായിട്ടുള്ള 50 വർഷങ്ങൾ മലങ്കര സഭയിൽ കഴിഞ്ഞു. അതിനുശേഷം 1665 യെരുശലേമിൽ നിന്ന് വന്ന ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തായിൽ കൂടിയാണ് അന്ത്യോക്യയുമായിട്ടുള്ള ബന്ധം മലങ്കര സഭയിൽ സ്ഥാപിക്കുന്നത്. കാരണം റോമാ സാമ്രാജ്യത്തിൻ്റെ അധീനത്തിൽ നിന്നും വിടുതൽ നേടുവാനും പൗരസ്ത്യ ആരാധനയുടെ ഭാഗമായി തീരുവാനും തിരിച്ചു പോകാനുള്ള ഒരു വെമ്പൽ കൊണ്ടാണ് അന്നത്തെ സമൂഹത്തിൽ അന്ത്യോക്യയുമായിട്ടുള്ള ബന്ധം സ്ഥാപിതമായത്. 14 നൂറ്റാണ്ട് വരെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധമായിരുന്നുള്ളതിന് ചരിത്രപരമായിട്ടുള്ള എല്ലാ തെളിവുകളുമുണ്ട്. 303-ാം നൂറ്റാണ്ടിൽ മലങ്കരയിലേക്ക് വന്ന ക്നായിത്വന്മാരുടെ നേതൃത്വത്തിലുള്ള കുടിയേറ്റക്കാർ, അതിനുശേഷമുള്ള ചരിത്രമെല്ലാം ഈ അന്ത്യോക്യൻ ബന്ധത്തിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്നും വളരെ വ്യക്തമാണ് അന്ത്യോക്യമായിട്ടുള്ള ബന്ധം 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ് മലങ്കര സഭയ്ക്ക് ഉണ്ടാകുന്നത്. അതിന് ചരിത്രമായിട്ടുള്ള വഴിത്തിരിവുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭ ഈ 2000 നൂറ്റാണ്ട് വരെ, 20-ാം നൂറ്റാണ്ട് വരെ പിടിച്ചു നിൽക്കുമ്പോൾ ഇതിന് പുറകിൽ അടിമത്തത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിൻ്റെ കഥയാണ് ഈ സഭയ്ക്ക് പറയാനുള്ളത്. കോടതി വിധിയോ കോടതിയെപ്പറ്റിയുള്ള ചർച്ചകളോ അല്ല നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് മുമ്പ് പരാമർശിച്ചതുപോലെ ഈ കോടതി വിധി ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഇന്നുണ്ട്. യഥാർത്ഥമായിട്ടുള്ള കോടതി വിധി എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ മലങ്കര അല്ലെങ്കിൽ സഭയുടെ നേതാക്കൾക്ക് കഴിയുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. 1995 കോടതി വിധിയെപ്പറ്റി പരാമർശിച്ചപ്പോൾ ഒരു ഇടവക പള്ളിയുടെ അധികാരത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് പറയുന്നുണ്ട്. ഇടവകയുടെ അധികാരം അത് ഇടവക പൊതുയോഗം കൂടിയെടുക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതങ്ങനെ തന്നെയാണ് കോടതിയുടെ തീരുമാനവും. എന്നാൽ ഒരു കാര്യം നോക്കണം, ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഒരു കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഉത്തരവാദിത്തം, ഭരണത്തിൻ്റെ ഉത്തരവാദിത്തം അത് അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ അവകാശത്തിൽപ്പെട്ടാണ്. അവിടെ നീതി ഉണ്ടാക്കുവാനും നിയമം നടപ്പിലാക്കുവാനുമുള്ള പൂർണ്ണമായ അധികാരം സംസ്ഥാന സർക്കാരിനാണ്. പക്ഷേ എന്നാൽ
അതിന് മുകളിലായിട്ട് ഒരു കേന്ദ്ര സർക്കാരുണ്ട്. ഇവരെയൊക്കെയും കോമൺ ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു ഭാഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടന. ഇത് എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പൂർണ്ണ ഭരണ സംവിധാനത്തെ, ഒരു നിയമസംഹിതയെ മാനിച്ചുകൊണ്ട് ഉള്ള ഫെഡറൽ സംവിധാനവും സ്റ്റേറ്റ് സംവിധാനവും പോലുള്ള ചർച്ചകളാണ് ഇതിനകത്ത് ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇടവ പള്ളിയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇടവ പൊതുയോഗമാണ്. പക്ഷേ 1934 കോടതി വിധി ഇതിന് ബാധകവുമാണ്. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷന് ഇതിൻ്റെ പുറകിലുണ്ട്, അതിൽ കഴിഞ്ഞ ഒരു തീരുമാനം ഇല്ല. അപ്പോൾ ഇടവ പള്ളി എന്ന് പറയുന്നത് ഈ 1934 കോടതി വിധിക്ക് ബാധകവുമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ഇടവ പള്ളിയിലെ പൊതുയോഗം കാര്യങ്ങൾക്ക് തീരുമാനിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഭരണം എന്ന് പറയുന്നത് മലങ്കര മെത്രാപ്പൊലീത്ത ആരാണോ ആ മലങ്കര മെത്രാപ്പൊലീത്തെ അംഗീകരിക്കുന്ന ഒരു സംവിധാനം ആയിരിക്കണം എന്നുള്ളത് വ്യക്തമാണ്. ഒരു ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അവകാശത്തിനു വേണ്ടിയും ഇവിടെ മലങ്കര സഭ ഒരിക്കലും തടസ്സമാകുന്നില്ല. യാക്കോബായ സഭ എന്ന് ഒരു സഭ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന പേരിൽ 1934 ഭരണഘടന അംഗീകരിച്ച ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഇവിടെയുള്ളത്. ഇതിൽ നിന്ന് പിരിഞ്ഞു മാറി നിൽക്കുന്നവരെ പറ്റി വളരെയധികം വേദനയുണ്ട്. അങ്ങനെ ഒരിക്കലും മാറി നിൽക്കേണ്ട ഒരു സമൂഹമല്ല യാക്കോബായ സമൂഹങ്ങൾ. അവർ ഒന്നിച്ചു ചേർന്ന് ഒരേ ആരാധനയോടെ ഒരേ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു ജനസമൂഹമാണ് ഈ ഓർത്തഡോക്സ് സഭാംഗങ്ങൾ. ഇന്ന് കേരളത്തിലെ ശക്തമായ ഒരു സാന്നിധ്യമുള്ള ഒരു സമൂഹമാണ്. അതുകൊണ്ട് ഈ മലങ്കര ഓർത്തഡോക്സ് സഭ അംഗങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഈ കോടതി വിധിയെ മാനിച്ച് ഒന്നായിട്ട് ഒരു സമൂഹമായിട്ട് ആരാധിക്കാനുള്ളൊരു നല്ല നാളേക്ക് വേണ്ടി ഞാൻ സ്വപ്നം കാണുകയാണ്. ഇന്ന് ഇതൊരു പള്ളി വഴക്കായിട്ട് ആരും ഇതിനെ എഴുതിക്കളരുത്. നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഏതൊരു സംസ്കാരത്തിനും അതിൻ്റെ ആയിട്ടുള്ള നീതി വ്യവസ്ഥ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അതിന് എല്ലാ കൈത്താങ്ങലും നമ്മുടെ എല്ലാ സമുദായത്തിനും എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ന് യാക്കോബായ സമുദായം യുദ്ധം ചെയ്യുന്നത് 3 കാര്യങ്ങളോടാണ്. ഒന്ന്, ദൈവത്തിനെതിരായിട്ട്. റോമാലേഖനം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്ന പോലെ, ഇഫ് യു റിബൽ അഗൻസ്റ്റ് അതോറിറ്റി യു റിബൽ അഗൻസ്റ്റ് ഗാഡ്. ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുക. രണ്ടാമത്, നിയമത്തിനെതിരെയുള്ള പോരാട്ടം. കോടതിക്ക് എതിരെയുള്ള പരോക്ഷമായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള വിയോജിപ്പ്. രണ്ടാമത്, കേന്ദ്ര സർക്കാരിൻ്റെ നിയമസംഹിതത്തോടുള്ള എതിർപ്പ്. ഇതും ശരിയായിട്ടുള്ളൊരു നടപടിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളത് 1995 കോടതി വിധി മാനിച്ച് പരിശുദ്ധ കാതോലിക്ക ബാബായും കടനാട് ഭദ്രാശ്രമൻ ആധിപൻ മാത്യൂസ് മാർ സേവ്യൂസ് മെത്രാപ്പൊലീത്തയുടെയും കീഴിൽ അധികാര പരിധിയിൽ എല്ലാ സമുദായക്കാരും ഒന്നിച്ച് ഈ കോലഞ്ചേരി പള്ളികളിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ച് ദേവാലയത്തിൽ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. ടേസ്റ്റ് ഓഫ് കൊച്ചിൻ, രുചികരമായ സ്വാദൂറും വിഭവങ്ങളുടെ കലവറ. മലയാളികൾ ഒരിക്കലും മറക്കാത്ത മലയാള തനിമയുള്ള നാടൻ വിഭവങ്ങൾ ഞങ്ങളുടെ പ്രത്യേകത. ടേസ്റ്റ് ഓഫ് കൊച്ചിൻ, ഫൈൻ ഇന്ത്യൻ ക്യൂസീൻ ആൻഡ് ബാർ, 24808 യൂണിയൻ ടേൺപൈക്ക്, ബെൽറോസ്, ന്യൂയോർക്ക്. കോൾ 718-347-3900. ഇവിടെ രണ്ട് വിഭാഗം തമ്മിലുള്ള ആശയക്കുഴപ്പമാണ് മെയിനായിട്ട് അവിടെ വന്നിരിക്കുന്നത്. കാരണം അവിടെ 2000-ൽ പരം ഇടവക്കാരുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഭൂരിപക്ഷവും ആൾക്കാരും പാത്രിക സൈഡിലുള്ളതെന്നുള്ള യാതൊരു ഡൗട്ടുമില്ല. അതിൽ ന്യൂനപക്ഷമായിരിക്കുന്ന മെത്രാൻ കക്ഷിക്കാർ പറയുന്നത് അവർക്കാണ് 1934 വിധി അനുസരിച്ച് പള്ളി കിട്ടണമെന്ന്. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് അവിടെ ഭൂരിപക്ഷം ആൾക്കാരും പാവകക്ഷിക്കാരാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു സൺഡേ എങ്കിലും അവരുടെ അച്ഛന്മാർ വന്ന് കുർബാന ചൊല്ലി, അതുപോലെ തന്നെ അവരെ മരിച്ചവർക്കോ അവരെ അടക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള ഒരു അറ്റ്ലീസ്റ്റ് അതിനുള്ളൊരു സന്ദർഭം ഒരുക്കി കൊടുക്കണമെന്നാണ് മെയിനായിട്ട് പറയുന്നത്. അല്ലാതെ അതാ മെയിൻ ഇഷ്യൂ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ രണ്ടും സമാധാനമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോടതി വിധിയൊന്നും മാനിക്കാതെ സന്തോഷമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കൂട്ടരിലുള്ള ആൾക്കാർ സമാധാനമായിട്ട് പോയി അവിടെ അറ്റ്ലീസ്റ്റ് ഒരു സൺഡേ എങ്കിലും ഈ പാത്രിക പക്ഷത്തിന് കൊടുത്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിക്കുള്ളൂ. കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും വളരെ ദൂരെ താമസിക്കുന്ന പ്രവാസികളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും ലോകമെമ്പാടും എത്തിച്ചു കൊടുക്കുന്നതിന് മുൻകൈയെടുത്ത കൈരളി TV ആദ്യം അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു.
ഇവിടെ സഭാചരിത്രത്തിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. സഭാചരിത്രം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന സഭാ നേതാക്കന്മാരും സഭാ മക്കളുമാണ് ഇവിടെ മുൻനിരയിൽ സമരത്തിനും സത്യാഗ്രഹ യജ്ഞത്തിനുമെല്ലാം ഇറങ്ങിയിരിക്കുന്നത്. കോലഞ്ചേരി പള്ളി പ്രശ്നം യാദൃച്ഛികമായ ഒരു പ്രശ്നമല്ല. അത് ഒരു പള്ളിയുടെ ഒറ്റപ്പെട്ട ഒരു പ്രശ്നമല്ല. അത് സഭയുടെ പ്രശ്നമല്ല. എന്നാൽ അത് രാജ്യത്തിൻ്റെ കൂടി പ്രശ്നമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ നിയമാവലികൾക്ക് അനുസൃതമായി ഭരണം നടത്താൻ സാധിക്കാതെ വരിക, അതിനെ അനുസരിക്കാതെ വരിക എന്നുള്ള അവസ്ഥ ഒരു അരാജകത്വത്തിൻ്റെ അവസ്ഥ ആയിരിക്കുമെന്ന് പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1934 ഭരണഘടനയനുസരിച്ച് മലങ്കര സഭയിലെ പള്ളികൾ പ്രസ്ഥാനങ്ങൾ ഭരിക്കപ്പെടേണ്ടതാണ് എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് സുപ്രീം കോടതി, ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത കോടതിയായ സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള കാര്യമാണ്. അതിന് യാതൊരു തർക്കവും ആവശ്യമില്ല. ഇവിടെ ഭൂരിപക്ഷത്തിൻ്റെയോ ന്യൂനപക്ഷത്തിൻ്റെയോ ആവശ്യമില്ല. നിയമം ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും ഒരുപോലെ ബാധകമാണ്. ന്യൂനപക്ഷത്തിന് നിയമം നടപ്പാക്കി കിട്ടുവാൻ പ്രത്യേകം ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ട്. അതിനാണ് കോടതിയെ സമീപിക്കുന്നത്. ഒരു കേസിന് രണ്ട് ഭാഗവും പോയി വളരെ വാശിയോടും വീറോടും കൂടി മത്സരിച്ച് ആ കേസിൽ തോൽവി വരുമ്പോൾ എന്നാൽ നമുക്ക് പങ്കിടാം എന്ന് തോൽക്കുന്ന ഭാഗം പറയുന്നത് വാസ്തവത്തിൽ അത് വളരെ പരിതാപകരമായ ഒരു നീതി വ്യവസ്ഥയോടുള്ള ഒരു അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, 1934 ഭരണഘടന അനുസരിച്ച് അതിനനുസരിച്ച് പോകുന്നതിനോ അതിൽ നിന്ന് മാറുന്നതിനോ പള്ളികൾക്ക് അവകാശമുണ്ട്. മലങ്കര അസോസിയേഷനിൽ അംഗത്വം നിഷേധിക്കുവാനും അതിൽ നിന്ന് മാറുവാനും പള്ളികൾക്ക് അവകാശമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള നിയമാവലി അനുസരിച്ച് പോകുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സഭ, അതിൻ്റെ നിയമാവലിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു കൂട്ടം ആളുകൾ, ഇപ്പോൾ ഇവിടെ ഇവിടെ പുത്തൻകുരിശ് അസോസിയേഷൻ എന്നറിയപ്പെടുന്ന യാക്കോബായ സമൂഹം സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സൊസൈറ്റിയാണത്. അതൊരു സഭ എന്ന് വിളിക്കുന്നത് എത്രമാത്രം അന്വർത്ഥമാണ് എന്നെനിക്കറിയത്തില്ല. ആ പ്രസ്ഥാനം മലങ്കര സഭയുടെ ഭരണഘടനയനുസരിച്ച് 1934 സുപ്രീം കോടതി വിധിച്ച്, അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് മാത്രമേ സുപ്രീം കോടതിക്ക് ഒരു വിധി പറയാനൊക്കത്തുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് 1934 സഭാ ഭരണഘടന അംഗീകരിക്കാൻ പറ്റാതെ പുറത്തു പോയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ തിരിച്ച് ആ പള്ളികൾ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ഇഷ്ടത്തിന് ഭരിക്കാം, സൊസൈറ്റി ഭരണഘടന അനുസരിച്ച് ഞങ്ങൾ ഭരിക്കും എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് ഈ സുപ്രീം കോടതിയോടുള്ള അവഹേളനയാണ്, രാജ്യത്തോടുള്ള അവഹേളനയാണ്, ജനങ്ങളോടുള്ള അവഹേളനയാണ്. ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പലപ്പോഴും തടസ്സം നിന്നിട്ടുള്ളത് സർക്കാരല്ല, ഭൂരിപക്ഷമുണ്ട് എന്ന് അവകാശപ്പെടുന്ന കുറേ ആളുകളും അക്രമത്തിനും അനീതിക്കും കൂട്ടുനിൽക്കുന്ന കുറേ നേതാക്കന്മാരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുമാണ്. എനിക്ക് പറയാനുള്ളത്, കോലഞ്ചേരി പള്ളിയിലെ വിധി കോലഞ്ചേരിയെ മാത്രം ബാധിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഇവിടെ കീഴ്ക്കോടതി വിധിയുടെ കാര്യത്തിൽ കീഴ്ക്കോടതി വിധി ആണ് ഇത്, സുപ്രീം കോടതി വിധി അല്ല എന്ന് ഇവിടെ പറയുകയുണ്ടായി. എന്നാൽ കീഴ്ക്കോടതി മുതൽ പടിപടിയായി സുപ്രീം കോടതി വരെ പോയി മലങ്കര സഭയുടെ 1934 ഭരണഘടന അനുസരിച്ച് പള്ളി ഭരിക്കപ്പെടണം എന്ന് വിധിച്ച് ആ വിധി നടപ്പാക്കി അങ്ങനെ ഓർത്തഡോക്സ് സഭയുടെ പള്ളിയായി ഇപ്പോൾ പോകുന്ന ഒരു ഇടവകയുടെ ഒരംഗമാണ് ഞാൻ. പോത്താനിക്കാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക. അവിടെയും ഇതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവിടെ പാത്രീസ് പക്ഷത്തുണ്ടായിരുന്ന വളരെ ആളുകൾ ഇങ്ങോട്ട് തിരിച്ചു പോരുകയും കുറേയൊക്കെ സമാധാനത്തിൻ്റേതായ ഒരു അന്തരീക്ഷം അവിടെ സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്തു. കോലഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഭരണഘടന അനുസരിച്ച് തന്നെ പോകണം. 1934 ഭരണഘടന അനുസരിച്ച് തന്നെ പള്ളികൾ ഭരിക്കപ്പെടണം. അല്ലാതെ
ഈ 1913 അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഉടമ്പടി, അക്കാലത്ത് ഉടമ്പടികളായിരുന്നു. എല്ലാ പള്ളികളിലും അതിൻ്റേതായ ചില ഉടമ്പടികളും അവിടെ അറിയാവുന്ന അന്നത്തെ ആളുകളുടെ അറിവനുസരിച്ചുള്ള ചില ചട്ടങ്ങളൊക്കെ ബയലോസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട ഒരു ഭരണഘടന ഉണ്ടായതും അത് ഇടവകൾ ഭരിക്കേണ്ട ഭരണഘടന അവർക്കും കൊടുത്തിട്ടുണ്ട്. ഭൂരിപക്ഷം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ച് തന്നെ ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഭരണഘടന, സഭാഭരണഘടന ഭൂരിപക്ഷത്തിന് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഓരോ പള്ളിയുടെയും ഭൂരിപക്ഷം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതല്ല. അത് സഭയുടെ ഭരണഘടനയാണ്. അതിന് മാനിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിനെ മാനിക്കാത്തവർ സഭയ്ക്ക് ഇതരരാണ്. എനിക്ക് പറയുവാനുള്ളത്, സഭയിൽ സമാധാനം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. സമാധാനം ഉണ്ടാകുന്നത് നിയമം നിഷേധിച്ചുകൊണ്ടല്ല, നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ ഓർത്തഡോക്സ് സഭ വളരെയധികം താല്പര്യം കാണിച്ചിട്ടുണ്ട്, അതിന് തയ്യാറായിട്ടുമുണ്ട്. എന്നാൽ വലിച്ചുകൊണ്ടിരിക്കുന്ന വടം ഒന്നയയുമ്പോൾ തിരിച്ച് പിടിച്ച് വലിച്ച് വീഴിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങുന്നതുകൊണ്ടാണ് പ്രശ്നമുണ്ടാകുന്നത്. അതുകൊണ്ട് സമാധാനമായ ചർച്ചകൾ നിലനിൽക്കേണ്ടതാണെന്നും കോടതി വിധി എന്നാൽ നടപ്പാക്കി തരേണ്ടത് സർക്കാരിൻ്റെ ചുമതലയായതുകൊണ്ട് അത് നടപ്പാക്കി തരണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ 94 ഡോക്ടർ PC അലക്സാണ്ടർ ഒരു പ്രസംഗം ബോംബെയിൽ വെച്ച് കേൾക്കുവാനിടയായി. സഭാ ഇഷ്യൂയെ സംബന്ധിച്ച് ഒരു പൊതുവായ ഒരു വേദിയിലിരുന്ന് അദ്ദേഹം സംസാരിച്ചു. സഭയുടെ മേലധ്യക്ഷന്മാർ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ മേലധ്യക്ഷന്മാരിരുന്ന ഒരു സദസ്സിലായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ, അദ്ദേഹം ഒരിക്കലും സുറിയാനി സഭ എന്ന് പറയാറില്ല. കാരണം ആ പാരമ്പര്യം, എൻ്റെ സുഹൃത്തൂടെ പറഞ്ഞ പോലെ പാരമ്പര്യം അദ്ദേഹം അവകാശപ്പെടില്ല. ഇൻഡിപെൻഡൻ്റായിട്ട് അവർ പിരിഞ്ഞുപോയി. ഞങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഉണ്ടാക്കി, ഓർത്തഡോക്സ് സഭയായിട്ട് തന്നെ പ്രഖ്യാപിച്ചു, പാത്രികീസ് ഒരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. വെറും 40 പള്ളികളിലാണ് അന്ന് അദ്ദേഹം ഡിസ്പ്യൂട്ട് പറഞ്ഞിരിക്കുന്നത്. 400-ലധികം പള്ളികൾ ഒരേ സമയത്ത് സ്ഥാപിക്കാൻ സാധിക്കുന്ന 2 സഭകൾക്കും ഈ 40 പള്ളി അല്ലെങ്കിൽ 10 പള്ളിയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കി പൊതുസമൂഹത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഏകദേശം 500-ലധികം കേസുകൾ ഞങ്ങളുടെ ശ്രേഷ്ഠ ബാവാ തിരുമേനിക്കെതിരെ ഓർത്തഡോക്സ് സഭ നിരന്തരമായിട്ട് പല ഇഷ്യൂസും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കേസിൽ കൂടി തീർക്കാൻ പറ്റുന്നൊരു ഇഷ്യൂ അല്ല ഇത്. ഭരണഘടന 1934 പറയാം, അതിനു മുമ്പുള്ള കാര്യങ്ങൾ പറയാം, പിമ്പുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ ഇത് ഒരു ആത്മീയ വശം കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഇഷ്യൂ തീരുകയുള്ളൂ. 1500-ലധികം വരുന്ന സഭ ഇടവകാംഗങ്ങൾ യാക്കോബ സഭയ്ക്ക് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിലുണ്ട്. അവരുടെ വികാരത്തെ മാനിക്കാതെ സർക്കാരിന് അവിടെ ഈ കോടതി വിധി നടപ്പാക്കാൻ സാധിക്കില്ല. ആദ്യം സംസാരിച്ച മിസ്റ്റർ ഫിലിപ്പോസ് സർക്കാരിന് കുറ്റം പറഞ്ഞു, കോടതിയെ കുറ്റം പറഞ്ഞു. പക്ഷെ ഒരു വിധി നടപ്പാക്കണമെങ്കിൽ എപ്പോഴും ഗവൺമെൻറ് ചിന്തിക്കുന്നത് വിധി കോടതിക്ക്, ഇപ്പോൾ കീഴ്ക്കോടതിക്ക് ഒരു വിധി പറയുന്നതിന് പ്രശ്നമില്ല. പക്ഷേ വിധി പറഞ്ഞ കോടതി വിധി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി മാത്രമേ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഒരു വിധി നടപ്പാക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ശ്രേഷ്ഠ പിതാക്കന്മാർ, സഭാ മക്കളെല്ലാവരും ഇത് ചർച്ച ചെയ്ത് പരിഹരിച്ച്, ടേബിളിലിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണം. അതിന് ഏറ്റവും നല്ലൊരു, ഈ 10 പള്ളിയിൽ പരിശുദ്ധ കാതോലിക്ക ബാബ പറഞ്ഞു എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു. 10 പള്ളിയിൽ കയറുന്നതിന് വേണ്ടിയിട്ട് പോലീസ് പ്രൊട്ടക്ഷനുമായിട്ട് എത്ര നാൾ കയറാൻ പറ്റും ഒരു പള്ളിയിൽ? നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് എവിടെയും കടന്നില്ല. അപ്പോൾ എന്തോ ഒരു അന്യതാബോധമുണ്ട് അവിടെ കടന്നു ചെല്ലുന്നതിന്. അതിനാണ് പോലീസ് പ്രൊട്ടക്ഷൻ ചോദിക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷം വരുന്ന ഒരു കുടുംബത്തിലേക്ക് ന്യൂനപക്ഷമായിട്ട് വരുന്ന ഒരാൾ കടന്നു ചെന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ബാവാ തിരുമേനിക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. സർക്കാരിന് കൊടുക്കാൻ സാധിക്കത്തില്ല. കാരണം സുറിയാനി സഭയുടെ ഭരണഘടന ഇടവക പള്ളിക്കാണ് അധികാരങ്ങൾ. ഇടവക തിരഞ്ഞെടുക്കപ്പെടുന്ന ആ എലക്റ്റഡ് ബോഡീസാണ് അതിൻ്റെ ഭരണം നിശ്ചയിക്കുന്നത്. അതുതന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒരു ഇടവക പൊതുയോഗം കോലഞ്ചേരി പള്ളിയിൽ വിളിച്ചുകൂട്ടി ഒരു എലക്ട് ചെയ്ത് ആ ബോഡിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലാണ്ട് പെട്ടെന്നൊരു കീഴ്ക്കോടതി വിധി വന്നു അതങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്ന് അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ തെരുവുകളിലേക്ക് ഇറങ്ങി ബഹളമുണ്ടാക്കി സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നതും
അത് മറ്റൊരു പ്രശ്നമാണ്. അത് രണ്ടു കൂട്ടരും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വിചിന്തനം ചെയ്യണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുന്നു. ടേസ്റ്റ് ഓഫ് കൊച്ചിൻ, രുചികരമായ സ്വാദൂറും വിഭവങ്ങളുടെ കലവറ. മലയാളികൾ ഒരിക്കലും മറക്കാത്ത മലയാള തനിമയുള്ള നാടൻ വിഭവങ്ങൾ ഞങ്ങളുടെ പ്രത്യേകത. ടേസ്റ്റ് ഓഫ് കൊച്ചിൻ, ഫൈൻ ഇന്ത്യൻ ക്യൂസീൻ ആൻഡ് ബാർ, 24808 യൂണിയൻ ടേൺപൈക്ക്, ബെൽറോസ്, ന്യൂയോർക്ക്. കോൾ 718-347-3900. എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചവരെല്ലാം തന്നെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന മലങ്കര സഭയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ സുദീർഘമായി സംസാരിക്കുകയുണ്ടായി. എന്നാൽ കോലഞ്ചേരിയിൽ ഇന്ന് നടക്കുന്ന പ്രശ്നം കോലഞ്ചേരി പള്ളിയുടെ മാത്രമായ ഒരു പ്രശ്നമല്ല എന്നുള്ളതും ഏകദേശം പ്രേക്ഷകർക്ക് ഇതിനോടകം മനസ്സിലായി കാണുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 1995 ഇന്ത്യൻ സുപ്രീം കോടതി വിധിപ്രകാരം റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് ശ്രീ മളിമട്ടിൻ്റെ പ്രസൻസിൽ മലങ്കര അസോസിയേഷൻ നടത്തിയ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് പുത്തൻകുരിശ് അസോസിയേഷൻ എന്ന് രൂപം കൊണ്ട ഇന്നത്തെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലുള്ള സമൂഹം എന്തിനാണ് ഇന്നും മലങ്കരയുടെ അവകാശത്തിന് വേണ്ടി വാദിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാകാത്ത ഒരു കാര്യം. പുതിയ ഭരണഘടന 2002 പുത്തൻകുരിശിൽ ചേർന്ന മലങ്കര അസോസിയേഷൻ അഡോപ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ 1934 മലങ്കര സഭയുടെ ഭരണഘടനയിൽ നിന്ന് മാറിപ്പോയ അവരിപ്പോൾ കേരളത്തിൽ പല കാലങ്ങളിലായി മലങ്കര സഭയിൽ നിന്നും മാറിപ്പോയിരിക്കുന്ന വിഭാഗങ്ങൾ പോലെ ഓരോ വിഭാഗങ്ങൾ മാറിപ്പോയതുപോലെ മാറിക്കഴിഞ്ഞാൽ ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരമാവുകയാണല്ലോ. അതുപോലെ തന്നെ കോലഞ്ചേരിയിൽ അവിടുത്തെ 2000-ൽ പരം ഇടവകക്കാർക്ക് യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും നിഷേധിച്ചിട്ടില്ല മലങ്കര സഭ. മലങ്കര സഭയുടെ വിശ്വാസികളായിട്ടുള്ളവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കോലഞ്ചേരിയിലെ ഇപ്പോൾ എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന പള്ളി അസോസിയേഷനും അല്ലെങ്കിൽ പള്ളി മാനേജിംഗ് കമ്മിറ്റിയും വികാരിയും നൽകിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് കോടതിയെ സമീപിച്ചത്. ആ സമീപനത്തെയാണ് കോടതി വളരെ വ്യക്തമായി പറഞ്ഞത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വിധിപ്രകാരം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾക്ക് അതീതമായി ഒരു തീരുമാനമില്ല എന്നും വീണ്ടും അപ്പീലുമായി ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്നുള്ളത് അസംതൃപ്തമായി കോടതി വിധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പീൽ പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ആലുവയിലെ തൃക്കുന്ന സെമിനാരിയിലെ ഇതുപോലെ ഒരു പ്രസക്തമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അന്നത്തെ ഭരണകൂടം ആവശ്യപ്പെട്ടതാണ് കേരളത്തിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസുകൾ ഒരു ട്രൈബ്യൂണൽ കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കാനായിട്ട്. അപ്പോഴൊക്കെയും പിടിവാശിയിൽ നിന്ന് 1% പോലും അയവ് വരാതെ കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ തങ്ങൾക്ക് ശക്തിയും കരുത്തുമുണ്ടെന്ന് വീറോടെ വാദിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ പുത്തൻകുരിശ് അസോസിയേഷൻ ഗ്രൂപ്പ് വീണ്ടും കേസുകൾ കൊടുത്ത് അവകാശങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മലങ്കര സഭയ്ക്ക് അവകാശപ്പെട്ടിരിക്കുന്ന പള്ളികൾ ഒരുപറ്റം ആൾക്കാർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ പള്ളി അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്നാൽ കോടതി വിധി അനുകൂലമല്ലാതെ വരുമ്പോൾ നമുക്ക് അനുരഞ്ജനമാകാം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു പുതിയ ജൽപ്പനമല്ല. ഇത് കഴിഞ്ഞ കാലങ്ങളിലും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ദൈവത്തിൻ്റെ ഹിതം മലങ്കര സഭയുടെ നീതി നടക്കാകാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണെന്നും ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും മേലധ്യക്ഷന്മാരായിട്ടുള്ളവർ കൈക്കൊള്ളേണ്ട രീതി ഒരുപക്ഷെ ഇതായിരിക്കില്ല. എന്നാൽ നിർവാഹക്കേട് കൊണ്ടായിരിക്കാം പരിശുദ്ധ കാതോലിക്ക ബാവ ആ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സംസാരത്തിൽ നിന്നും എന്തെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് കേരള ജനതയും മേലധ്യക്ഷന്മാരും ഇതര
സഭയിലെ മേലധ്യക്ഷന്മാരും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള സഹോദരങ്ങളായ ഞങ്ങൾ ഒരിക്കലും ഇതിനെ ചൊല്ലി ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നില്ല. വളരെ സൗഹൃദത്തിലാണ് കഴിയുന്നത്. ആ ഒരു സൗഹൃദം നാട്ടിലും ഉണ്ടാകാനായിട്ട് ശ്രമിക്കണമെന്നുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.